പാക് അധീന കാശ്മീരിൽ വലിയ സമരവും വെടിവയ്പ്പും ഒക്കെ നടക്കുകയാണല്ലോ. പതിപോലെ പാകിസ്ഥാൻ പറഞ്ഞു POKയിലെ കലാപത്തിന് പിന്നിൽ, സംഘർഷത്തിന് പിന്നിൽ ഇന്ത്യയാണ്, റോയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല അതിന് പറയാനൊരു കാരണം കൂടിയുണ്ട്. കാരണം ഇന്ത്യ അപലപിച്ചു. നമ്മുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അവിടെ നടക്കുന്ന വളരെ ക്രൂരമായ മനുഷ്യാവകാശ വേട്ടയാണ്, അതീവ ഭീകരമായ പോലീസ് മിലിറ്ററി ആക്ഷനാണ് എന്ന് പറഞ്ഞപ്പോൾ 27 പേരായിരുന്നു ഇന്നലെ കൊല്ലപ്പെട്ടത്. അത് 100 വരെ ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് അവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവിടുത്തെ 3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പാകിസ്ഥാനിൽ ഇപ്പോൾ കിട്ടാനില്ലാത്ത എന്താണെന്നറിയോ? ആട്ട, ഗോതമ്പ് പൊടി കിട്ടാനില്ല. റാവൽപിണ്ടിയിൽ 1 കിലോ ഗോതമ്പ് പൊടിക്ക് 115 രൂപയ്ക്ക് മുകളിൽ വിലയായി. 115 രൂപയ്ക്ക് മുകളിൽ വില കൊടുത്താലും ഗോതമ്പ് പൊടി കിട്ടാനില്ല. കാരണം അവിടുത്തെ ഫ്ലവർ മില്ലുകളൊക്കെ അടച്ചുപൂട്ടി. വൈദ്യുതി ക്ഷാമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് മില്ലുകൾ അടച്ചുപൂട്ടുന്നു. ഗോതമ്പ് പൊടിയുടെ വില റോക്കറ്റ് പോലെ കയറുന്നു. മനുഷ്യന് കഴിക്കാൻ വല്ലതും വേണ്ടേ? അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പാക് അധിനിവേശ കാശ്മീർ എന്ന് പറഞ്ഞാൽ നമ്മുടെയാണ്. നമ്മളത് തിരിച്ചു പിടിക്കുമെന്ന് മോദി സർക്കാർ നിരവധി തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കാശ്മീർ അസംബ്ലിയിൽ നമ്മൾ POKയ്ക്ക് വേണ്ടിയിട്ട് 12 സീറ്റുകളോ 15 സീറ്റുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെയാണ്, നമ്മുടെ കയ്യിൽ നിന്ന് ഇവർ പിടിച്ചുകൊണ്ട് പോയതാണ്. അത് നമുക്ക് തിരിച്ചു വേണമെന്നാണ് നമ്മുടെ പ്രഖ്യാപിത നിലപാട്. പക്ഷേ അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാം. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാകിസ്ഥാൻ ഒരു കാര്യം ചെയ്തു. ഈ POKയ്ക്ക് പുറത്തുള്ള ആളുകൾക്ക് അവിടെ പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടി ഒരു 12 സീറ്റ് അവിടെ അനുവദിച്ചു. നമ്മൾ ചെയ്തതുപോലെ ചെയ്തതാണ്. നമ്മൾ ചെയ്തത് എന്താണ്? POK നമ്മുടെയാണ്. അതുകൊണ്ട് അവിടെ അതെന്തെങ്കിലും നമ്മുടെ ഭാഗമാകുമ്പോൾ അവിടുത്തെക്കാർക്ക് പ്രാതിനിധ്യം കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജമ്മു കാശ്മീർ അസംബ്ലിയിൽ സീറ്റ് മാറ്റി വെച്ചു. പക്ഷെ POK അവരുടെ കയ്യിലിരിക്കുന്നു. അവരെന്തിനാണ് അവർക്ക് പുറത്തുള്ളവർക്ക് സീറ്റ് കൊടുക്കുന്നതെന്നാണ് അവിടുത്തെ ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ POK എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ മൊത്തത്തിലുള്ള ഭൂപ്രകൃതിയുമായി ചേരാത്ത, ഇന്ത്യയുടെ സ്വഭാവമുള്ള, കാശ്മീരിൻ്റെ സ്വഭാവമുള്ള പ്രദേശമാണ്. അതിൽ വരത്തന്മാരെ എന്തിനു കയറ്റുന്നു എന്ന് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഇലക്ട്രിസിറ്റി ചാർജ് കുത്തനെ കൂട്ടി, വെള്ളമില്ല, വികസനമില്ല, കഴിക്കാൻ ഗോതമ്പ് പൊടി ആദ്യം പറഞ്ഞതുപോലെ ഇല്ല. എങ്ങനെ ജീവിക്കും? പാകിസ്ഥാൻ്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് നോക്കുമ്പോൾ POKയിൽ ഒന്നുമില്ല. അവർ അതിർത്തിക്കിപ്പുറത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയിൽ കാശ്മീരിൽ വലിയ വികസനം നടക്കുകയാണ്. കാശ്മീരിൽ നിന്ന് പാകിസ്ഥാൻ പിടിച്ചുകൊണ്ട് പോയ ഇവിടെ നരക തുല്യമായി പുഴുക്കളെ പോലെ ജീവിക്കുകയാണ്. പാകിസ്ഥാൻ അവിടെ ഒരു വികസന പ്രവർത്തനം നടത്തില്ല. സ്കൂളിൽ ഒന്നുമില്ല, തൊഴിലില്ല, ഒന്നുമില്ല. കാരണം പാകിസ്ഥാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്തറിയോ? ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ പിടിച്ചുകൊണ്ട് പോയി ഈ കാശ് മുഴുവൻ പോകുമല്ലോ. പാകിസ്ഥാന് നല്ല ബോധ്യമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ POK ഇന്ത്യ കൊണ്ടുപോകുന്നു വളരെ കൃത്യമായി പാകിസ്ഥാന് ബോധ്യമാണ്. അതുകൊണ്ട് ആ മേഖലയിൽ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ അവിടെ കിടക്കുന്ന മനുഷ്യർ അപ്പുറത്ത് ഒരു വേലിക്കപ്പുറത്ത്, അതിർത്തിക്കപ്പുറത്തുള്ള തങ്ങളുടെ ഭാഗമായിരുന്നത് അവരവിടുത്തുകാരാണെന്ന് ആണ്. അവരെ പിടിച്ചുകൊണ്ട് പോയതാണ്. അവിടെ ജനങ്ങൾ സുഖമായി, ഇപ്പോൾ നരേന്ദ്രമോദി വന്നതിന് ശേഷം, പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം കാശ്മീരിലെ ജീവിതമാകെ മാറിയിരിക്കുന്നു. കാശ്മീരിൽ എല്ലാവർക്കും തൊഴിലുണ്ട്. കാശ്മീരിൽ 24 മണിക്കൂർ വൈദ്യുതിയുണ്ട്. അങ്ങനെ കാശ്മീർ സമ്പന്ന വലിയ വൻ 10,000-കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കാശ്മീരിൽ നടക്കുന്നു. തുരങ്കങ്ങൾ, റെയിൽപാതകൾ, റോഡുകൾ. അങ്ങനെ കാശ്മീർ മാറുന്നത് ഇവർ കാണുന്നുണ്ട്, ഇവർ അറിയുന്നുണ്ട്. റീൽസൊക്കെ ആയിട്ട് ഇൻ്റർനെറ്റിലൂടെ ഇവരെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ വാഗ്ദത്ത ഭൂമിയായി അവർ ഇന്ത്യയെ കാണുക. അപ്പോൾ ഇവിടെ ഇവർ പന്നികളെ പോലെ ഇവരെ ഞങ്ങളെ കാണുന്നു, ഞങ്ങളെ അടിച്ചമർത്തപ്പെട്ട ഒരു 2ാം കിട പൗരന്മാരായി കാണുന്നു എന്ന് കരുതിയിട്ട് അവർ കലാപം ഉണ്ടാക്കുന്നു, അവർ തെരുവിലിറങ്ങുന്നു. എന്താ അവിടെ ജോയിൻറ്റ് അവാമി ആക്ഷൻ കൗൺസിൽ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ജോയിൻറ്റ് അവാമി ആക്ഷൻ കൗൺസിലിൻ്റെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ഈ കൊല്ലപ്പെട്ട ആൾ പോലീസ് വെടിവെപ്പിലാണ് കൊല്ലപ്പെട്ട. അയാളുടെ മൃതദേഹം ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ആളുകൾ തടിച്ചുകൂടി അവരെ പിരിച്ചുവിടാൻ ലാത്തിച്ചാർജ് നടത്തി. അതേ തുടർന്നാണ് കലാപം ഉണ്ടായത്. 4 പോലീസുകാർ കൊല്ലപ്പെട്ടു. 27 കാശ്മീരികളാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. കലാപം ഇപ്പോഴും തുടർന്നു. 30-100 വരെ ആയിരിക്കുന്നു എന്നൊക്കെയാണ് അനൗദ്യോഗികമായ കണക്കുകൾ. അപ്പോൾ ഇവർ ഇപ്പോൾ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടെന്നറിയാം? ഇവർ അത്യാവശ്യം പോലീസിനെ ആക്രമിക്കുന്നു, പെട്രോൾ ബോംബുകൾ എറിയുന്നുണ്ട്, ആയുധം എടുത്ത് ഗറില്ല മോഡലുള്ള യുദ്ധം നടക്കുന്നുണ്ട്, ഗറില്ല ആക്രമണം നടത്തുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ഇവർക്ക് ഗറില്ല പരിശീലനമൊക്കെ കിട്ടിയത് എന്ന് പാകിസ്ഥാൻ അന്തപ്പെടുക. കാരണം അവർ സമരം നടത്തുകയാണെങ്കിൽ ഗറില്ല മോഡൽ ഒരു വാർഫെയർ, യുദ്ധതന്ത്രം പ്രയോഗിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടില്ല. അവരുടെ കയ്യിലുള്ള പെട്രോൾ ബോംബും പാകിസ്ഥാന്റെ ആക്ഷേപമാണ്. അതായത് ഇന്ത്യയാണ് ഇതിന്റെ പിന്നിൽ. ഇന്ത്യക്ക് താല്പര്യങ്ങളുണ്ട് POKയിൽ. സ്വാഭാവികമാണ്. ഇന്ത്യയുടെ താല്പര്യം ഞങ്ങളുടെയാണ്, ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്ന് പറയുന്നത് ഇന്ത്യയുടെ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പെട്രോൾ ബോംബ് എറിഞ്ഞും ഒക്കെ നടത്തുന്ന ഈ അക്രമത്തിൻ്റെ പിന്നിൽ ഇവർ ആണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജോയിൻറ്റ് അവാമി ആക്ഷൻ കൗൺസിലിനെ അവർ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു. അതിൻ്റെ നേതാക്കന്മാരെ പിടിച്ചു കൊടുത്താൽ
1 കോടി രൂപയാണ് പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ എത്ര ഗുരുതരമായ തലത്തിലേക്ക് അത് മാറിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ബ്രിട്ടനിൽ പാകിസ്ഥാൻ എംബസിക്ക് മുന്നിൽ POKയിൽ നിന്നുള്ള ബ്രിട്ടനിൽ താമസിക്കുന്ന ആളുകൾ വലിയൊരു പ്രതിഷേധം നടത്തി. 30 ബ്രിട്ടീഷ് MP-മാർ ഇവർക്ക് പിന്തുണയെ അവിടുത്തെ മനുഷ്യാവകാശ ലംഘനത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു. അങ്ങനെ ഇതൊരു ആഗോള ചർച്ചയായി മാറിയിരിക്കുകയാണ്. അവരുടെ നേതാവ് പറയുകയും ചെയ്തു, കാശ്മീരികളെ 2ാം തര പൗരന്മാരായിട്ടാണ് കാണുന്നത്. സബിൻ കയാനി എന്ന് പറയുന്ന നേതാവ് അവരടുത്തൊരു ആക്ടിവിസ്റ്റാണ്. അവർ ഇങ്ങനെ പറഞ്ഞു, വലിയ തോതിലുള്ള പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കും. അപ്പം ഞാൻ വേറെ കാര്യമുണ്ട്, പ്രിയം ശ്രദ്ധിച്ചോ, കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് വാർത്തയല്ല. പാകിസ്ഥാനിൽ അതും POK എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭാഗമെന്ന് നമ്മൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കരുതുന്ന പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ്റെ ഭരണം കിരാത ഭരണമാണ്, ഞങ്ങൾക്ക് ഈ പാകിസ്ഥാൻ്റെ ഭരണം വേണ്ട എന്നാവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭം നടക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുക്കാൽ മീഡിയ കൊടുക്കാത്ത നമുക്ക് മനസ്സിലാക്കാം, ചന്ദ്രിക കൊടുക്കാത്ത മനസ്സിലാക്കാം, മാധ്യമം കൊടുക്കാത്ത മനസ്സിലാക്കാം. പക്ഷേ ഏഷ്യാനെറ്റും മനോരമ ന്യൂസും മാതൃഭൂമിയും റിപ്പോർട്ടറും 24ഉം മറ്റ് പത്രങ്ങളും എന്താണ് റിപ്പോർട്ട് ചെയ്യാത്തത്? പാകിസ്ഥാനിൻ്റെ ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ കലാപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ പരസ്യമായിട്ട് സ്ഥിരമായി ഇപ്പോൾ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ അല്ലെങ്കിൽ ബലൂജിൽ ഒക്കെ പ്രശ്നം നടക്കുമ്പോൾ ഇവർ പാകിസ്ഥാൻ്റെ ഇൻ്റർ സർവീസ് PR വന്നിട്ട്, മിലിറ്ററി PR വന്നിട്ട് പറയും ഇതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ്, റോയുടെ ഓപ്പറേഷനാണ് എന്ന് പറഞ്ഞ് തടിതപ്പുകയാണ്. ഇപ്പോഴും വന്ന് പറഞ്ഞിരിക്കുന്നു റോയാണ്, ഇന്ത്യയാണ് ഇതിൻ്റെ പിന്നിൽ, ഇവർക്ക് ആയുധം കൊടുക്കുന്നത്, ഇവർക്ക് പണം കൊടുക്കുന്നത്, ഇവരെ പ്രേരിപ്പിച്ച് വിടുന്നത് ഇന്ത്യയാണ് എന്ന് പറഞ്ഞ് ഇവരിപ്പോൾ വന്നിരിക്കുകയാണ്. അവരുടെ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം ഇന്ത്യയെ കുറ്റപ്പെടുത്തുക, എന്നിട്ട് വലിയ തോതിൽ അടിച്ചമർത്തൽ നടത്തുക എന്നുള്ളത് ആണ് ഇപ്പോൾ പതിവ് പോലെ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് POK എന്ന് പറയുന്ന ഈ ഭൂപ്രദേശം, ഇപ്പോൾ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവുക, ഇന്ത്യ അതിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ പ്രദേശം നമ്മുടെ ഭാഗമായി ചേർക്കണമെന്നുള്ള ഇന്ത്യ സർക്കാരിൻ്റെ തീരുമാനത്തിൽ അത് നടപ്പാക്കാൻ വലിയ താമസം ഉണ്ടാവും എന്ന് കരുതുന്നില്ല. കാരണം അവിടുത്തെ ജനങ്ങൾ മുഴുവൻ പാകിസ്ഥാനെതിരാണ്, അവർ തെരുവിലിറങ്ങി കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തോടുള്ള അവരുടെ വിരോധം വളരെ പ്രകടമാണ്. അപ്പം നമുക്ക് ഇത് ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ഇന്ത്യ ഒന്ന് വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് രാജ്നാഥ് സിംഗ് ഇറക്കി പറഞ്ഞിരുന്നത്, അതായത് നമ്മൾ സൈന്യത്തെ ഒന്നും അയക്കണ്ട, അവിടുത്തെ ആളുകൾ തന്നെ ഇങ്ങോട്ട് വന്നോളും, അതിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങണം. എനിക്ക് നമുക്കൊരു സൈനിക നടപടിയിലൂടെ അത് ചെയ്യുമ്പോൾ ഒരു വലിയ യുദ്ധത്തിലേക്കൊക്കെ പോകാം. പക്ഷേ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായും നമ്മുടെ കൂടെ വന്ന് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ചിലർക്കൊക്കെ ആശങ്കയുണ്ട് കേട്ടോ. POK നമ്മളെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് എന്തൊക്കെ പറഞ്ഞാലും ഇത് മുസ്ലിങ്ങളാണല്ലോ. ഇക്കാലം അത്രയും ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന എല്ലാ തീവ്രവാദ കേന്ദ്രമാണ്. അവിടെ നിന്നുള്ള ജനങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് വന്നാൽ ഇന്ത്യക്ക് സമാധാനം കിട്ടുമോ? നാളെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? വേണമെങ്കിൽ യുവമാരെയൊക്കെ അട്ടിപ്പായിച്ചിട്ട് ആ ഭൂമി മാത്രം നമുക്ക് എടുക്കാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇതൊക്കെ പ്രായോഗികമാണോ എന്നറിയില്ല. ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഭാഗമാവേണ്ട ഒരു പ്രദേശത്തെ ജനങ്ങൾ നിലവിലുള്ള പാകിസ്ഥാൻ സർക്കാരിനെതിരാണ് എന്നത് വളരെ പോസിറ്റീവായൊരു ഘടകമാണ്. ഏതായാലും ഇപ്പോൾ ഇപ്പോഴും ഞാൻ ആശങ്കപ്പെടുന്നത്, അത്ഭുതപ്പെടുന്നത് നമ്മുടെ മീഡിയ. ഞാൻ വീണ്ടും പറഞ്ഞാൽ എപ്പോഴും പറയണമല്ലോ, നമ്മളിപ്പം ഒരു മാധ്യമമാണ്, സാമൂഹ്യ മാധ്യമമായ നമ്മളിത് ചർച്ച ചെയ്യുന്നു. ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയ ഇത് വാർത്ത പോലും കൊടുക്കാതെ പാകിസ്ഥാൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ് നമ്മുടെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരൊന്നും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം പാകിസ്ഥാനിൽ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ, ജനകീയ പ്രക്ഷോഭം, പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും നരനായാട്ട് ഒക്കെ റിപ്പോർട്ട് ചെയ്താൽ ഇവിടെ ആർക്കൊക്കെയോ വിഷമം ഉണ്ടാകും എന്ന് കരുതുന്ന മാധ്യമപ്രവർത്തനം വളരെ സജീവമായി നടക്കുന്ന കേരളത്തിൽ നിന്നാണ് നമ്മളിത് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെ പറയുന്ന ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. കാരണം നിങ്ങൾ നമ്മുടെ ചാനൽ കാണുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ തുടർന്നും ഇത്തരം വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ.